പുലരി പ്രഭയിൽ അത് ദൈവത്തെ ആരാധിക്കുന്നു. ഒരു പുഷ്പം പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും പുഞ്ചിരിയുമാണ്. ഈ ഭൂമിയിൽ വിരിയുന്ന ഓരോ ചെറുപുഷ്പങ്ങളും അതിൻ്റെ സൃഷ്ടാവിനെ പാടിപ്പുകഴ്ത്തുന്നു. മനോഹരമായൊരു ചെറുപുഷ്പത്തെ പോലെ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മാവിനെ ദർശിച്ചു. അവളുടെ ഹൃദയവും മനസ്സും ദൈവകൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി അവൾക്ക് തോന്നി. ദൈവം തൻ്റെ കുഞ്ഞാത്മാവിനെ മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നു. ദൈവം സാമുവേലിനോട് പറയുന്നു, മനുഷ്യൻ ബാഹ്യമായതിനെ കാണുന്നു, ഞാനോ അവൻ്റെ ഹൃദയത്തെ കാണുന്നു. കൊച്ചുത്രേസ്യയുടേത് വളരെ ലോലമായൊരു മനസ്സായിരുന്നു. പ്രസന്ന നിറഞ്ഞ ഭാവം, നിഷ്കളങ്കമായ മനസ്സ്, എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം. ഇതവളുടെ സ്വഭാവവിശേഷമായിരുന്നു. അവൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ആത്മാവോടും കൂടി സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി എന്തെങ്കിലും ചെയ്യുക എന്നത് കൊച്ചുത്രേസ്യയെ സംബന്ധിച്ച് അചിന്തനീയമായിരുന്നു. അവൾ ശാന്തപ്രകൃതിക്കാരിയായിരുന്നു. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പുഷ്പത്തിൽ നിന്നെന്ന പോലെ അവളിൽ നിന്ന് പുറപ്പെട്ട് ചുറ്റുപാടും വ്യാപിച്ച് സുഗന്ധം അവളുടെ വിശുദ്ധിയും സ്നേഹവുമായിരുന്നു. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിൽ അവൾ വളർന്നു വന്നു. തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ആഴമായ അറിവും നല്ല ബോധ്യവും അവൾക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ദൈവവിളിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.